മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മറ്റൊരു സുന്ദരമായ ചരിത്രം നമ്മുടെ തലസ്ഥാന നഗരിയിൽ പിറന്നിരിക്കുന്നു. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. നമ്മുടെ മേയർ പറയുന്നത്, ഈ ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോഴേക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്നും ചില എയ്ഡഡ് സ്കൂളുകളിൽ നിന്നും, അത് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് 5050 കുട്ടികൾക്ക്, ഒരു വാർഡിൽ 50 കുട്ടികൾക്ക് വെച്ചിട്ട് 5050 കുട്ടികൾക്ക് ഞങ്ങൾ കിറ്റ് കൊടുക്കുകയാണ്. അതായത് ഒരു സ്കൂൾ ബാഗ്, ഹൈസ്കൂളിനാണെന്നുണ്ടെങ്കിൽ ആവശ്യമായ നോട്ട്ബുക്ക്, അത്യാവശ്യം കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ കൂടെ വെച്ചിട്ട് ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. അതിലെ വിദ്യാഭ്യാസ വകുപ്പാണ് അതിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിൽ വെച്ച് അത് കൊടുക്കും. അതിനുശേഷം കൗൺസിലർമാർ വാർഡുകളിൽ പോയി അതാത് വാർഡുകളിലെ സ്കൂളുകളിൽ വിതരണം ചെയ്യും. അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ്. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും പണം എടുക്കുന്നില്ല. കോർപ്പറേഷന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ ഒന്നും തന്നെ സാമ്പത്തികം ശേഖരിക്കാതെ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് വ്യക്തികൾ സഹായിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്നും പണമായിട്ടല്ല, നമ്മൾ ഏത് തരത്തിലുള്ള സഹായമാണോ ചെയ്ത് ആ ഉൽപ്പന്നമായിട്ടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ? എത്ര മഹത്തരമായ ഒരു നീക്കമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ നടത്തിയിട്ടുള്ളത്. ആ കിറ്റ് വിതരണമൊക്കെയായി ബന്ധപ്പെട്ട് അത് ഒരുക്കുന്ന സുന്ദരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഓരോ വാർഡിലും 50 കുട്ടികൾക്ക് വീതം സ്കൂൾ ബാഗ് ഉൾപ്പെടെ നോട്ട് ബുക്കുകൾ ഉൾപ്പെടെയുള്ള ഒരു കിറ്റ് വിതരണം ചെയ്യുക. 5000-ലധികം കുട്ടികൾക്ക് വിതരണം ചെയ്യുക. നമ്മുടെ കേരളത്തിലെ മറ്റു കോർപ്പറേഷൻ മേയർമാരൊക്കെ എന്ത് ഉണ്ടയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സകല പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തില്, നമ്മുടെ കേരളത്തിലെ സകല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തില്, നമ്മുടെ കേരളത്തിലെ സകല മുനിസിപ്പാലിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തില്, നമ്മുടെ കേരളത്തിലെ സകല MLA-മാരുടെ നേതൃത്വത്തില് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികൾ എന്തെങ്കിലും ഒരു ദുരിതം അനുഭവിക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെ ഒരു സാഹചര്യം വരുമോ? എത്ര മഹത്തരമാണെന്നോ നമ്മുടെ മേയർ തിരുവനന്തപുരത്ത് ഇപ്പോ ചെയ്തു കൊടുക്കുന്നത്. ഞാനൊരു കാര്യം എടുത്തു പറയാം. വ്യക്തികളായിട്ട് ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട്. ഞാൻ അതിനെ എതിർക്കുകയല്ല. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ മേയർമാര്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, നമ്മുടെ MLA-മാര്, നമ്മുടെ MP-മാര്, അതായത് അധികാരത്തിലിരിക്കുന്ന ആളുകള് ഇത്തരം സഹായങ്ങൾ കൊടുക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന രീതിയിലുള്ളൊരു ചിന്ത മാത്രമേ വരൂ. ഇവിടെയുള്ള ചാരിറ്റി ചെയ്യുന്ന ആളുകൾ കൊടുക്കുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചാരിറ്റി ചെയ്യുന്ന ആളുകളോട് പറയില്ല. കാരണം അത്രത്തോളം വീഡിയോസുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് പലരും പറയാതിരിക്കാറുണ്ട്. പക്ഷേ മേയർമാരുടെ നേതൃത്വത്തില്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തില്, MLA-മാരുടെ നേതൃത്വത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇവിടെയുള്ള ജനതയ്ക്ക് അത് ഞങ്ങളുടെ ഒരു അവകാശം എന്നൊരു രീതിയിലേക്ക് വരികയും ജനങ്ങൾ അത് അഭിമാനത്തോടു കൂടി ആവശ്യങ്ങൾ പറയുകയും ഇത്തരത്തിൽ, അതായത് താഴ്ച വലുത് ചെറുതൊന്നുമില്ല, എല്ലാവരും ഇതൊക്കെയാണ് ജനാധിപത്യത്തിന്റെ സുന്ദരമായ മഹത്തരമായ കാഴ്ച. ഈ ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരത്ത് ഈ ചെയ്തിട്ടുള്ളത് ഒരു മാതൃകയാണ്. കേരളത്തിൽ ഉടനീളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഉടനീളമുള്ള ജനത നിങ്ങൾക്കൊപ്പം നിൽക്കും. ആര് ചെയ്യുന്നോ അവർക്കൊപ്പം. നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്, ഭാരതീയ ജനതാ പാർട്ടി എന്തെങ്കിലും ഇവിടെ ചെയ്യുമ്പോഴേക്ക് അങ്ങനെ മതത്തിന് പ്രശ്നം, ഇങ്ങനെ മതത്തിന് പ്രശ്നം, ഇന്ന മതത്തിന് പ്രശ്നമോ എന്നായിരുന്നു നിരന്തരം നമ്മുടെ കേരളത്തിലെ സകല BJP വിരുദ്ധരും സകല മോദി വിരുദ്ധരും നിരന്തരം പറഞ്ഞിരുന്നത്. BJP കേരളത്തിൽ വളർന്നാൽ ഇന്ന മതത്തിന് പ്രശ്നമാണോ, ഇന്ന ആളുകൾക്ക് പ്രശ്നമാണോ, ഇന്നവർക്ക് പ്രശ്നമാണോ. അവർക്ക് ഇപ്പോ എന്തു പറയുന്നു? പദ്ധതി പ്രഖ്യാപിച്ചു. ഒരു തരത്തിലും ഒരു മതവും ചോദിക്കുന്നൊന്നുമില്ല. ആരാണ് പാവപ്പെട്ടവർ? ഇത് തിരഞ്ഞെടുക്കുന്നത് ആരാണ്? വിദ്യാഭ്യാസ വകുപ്പ്. എത്ര സുന്ദരമാണ്. ഒരു മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, ഒന്നുമല്ല. ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത് അവരിലേക്ക് സഹായം കൊടുക്കുക. ഈ മേയറുടെ നേതൃത്വത്തിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു വിഷയം ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ചില വ്യക്തികളിൽ നിന്ന് വാങ്ങുന്ന ആ വീഡിയോസ്, ഫോട്ടോസ് പുറത്തിറങ്ങുന്നുണ്ടാവുന്ന ഒരു അഭിമാന പ്രശ്നമൊന്നും അത്തരത്തിലുള്ള സകല മറകളും ഇല്ലാതെയാവുക. ഭരിക്കുന്ന ഭരണാധികാരികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോ ഇന്ന പാർട്ടി ഭരിക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടി, ഇത് ഞങ്ങളുടെ അവകാശം. അതെത്ര സുന്ദരമാണ്. അതൊരു സാധാരണക്കാരന്റെ അഭിമാനത്തിന് പോലും ഒന്നും സംഭവിക്കില്ല. ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആളുകള് അതിനെ എതിർക്കുകയല്ല. ആരൊരു പെണ്ണ് പോലും കൊടുത്താൽ ഞാൻ അത് അത്രയും ബഹുമാനത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ ജനാധിപത്യ ഈ ഒരു സംവിധാനത്തിൽ നമ്മുടെ അധികാരത്തിലുള്ള ഭരണാധികാരികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത്. മേയർ കൃത്യമായിട്ടൊരു കാര്യം എടുത്തു പറയുന്നുണ്ട്, ഇത് കോർപ്പറേഷൻ ഫണ്ട് അല്ല,
ഇത് കോർപ്പറേഷന്റെ ഫണ്ടോ കാര്യങ്ങളോ അല്ല. അത് എന്നെ കണ്ടിട്ട് മേയർ എന്ന നിലയ്ക്ക് ആളുകൾ തരുന്ന ആളുകളുണ്ട്, ഇത് ഇത്രയും ആളുകളെ സഹായിക്കുമെന്ന് കരുതുന്ന ആളുകളുണ്ട്, അവര് കൊടുക്കും. സ്വാഭാവികമായിട്ടും വ്യക്തികളായിട്ടുള്ള ആളുകൾ ചെയ്യുമ്പോൾ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് പണമൊക്കെ കൊടുക്കാറുണ്ട്. അതിനേക്കാൾ അധികം ഇവിടെയുള്ള MLA-മാരും മേയർമാരൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ കൊടുക്കും, ക്യാഷുള്ള ആളുകൾ കൊടുക്കും, ബിസിനസ്സുകാർ കൊടുക്കും. അപ്പൊ അത്തരം മേയർമാരൊക്കെ ഇതുപോലെ രംഗത്തെത്തുന്നത് വലിയ അഭിമാനത്തോടു കൂടിയാ. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ഒരു കോർപ്പറേഷൻ പിടിച്ചതോട് കൂടിയിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിന് തന്നെ മറ്റൊരു ചിത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഇപ്പോ മേയറുടെ അടുത്തേക്ക് എത്തുക. ഈ അടുത്തല്ല ഒരു സുന്ദരമായ മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരുന്നത്, എല്ലാവർക്കും വീട്, അതായത് ബുദ്ധിമുട്ടുള്ള എല്ലാ ആളുകൾക്കും ഞങ്ങൾ വീട് നിർമ്മിച്ചു നൽകും. അതിന്റെ പദ്ധതി പോലും ഉദ്ഘാടനം ചെയ്തില്ലേ. അതേപോലെ തന്നെ സ്കൂട്ടറുകൾ വിതരണം ചെയ്തല്ലോ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള സ്കൂട്ടറുകൾ, വാഹനങ്ങൾ വിതരണം ചെയ്തു. ഇത്തരത്തിൽ അടിസ്ഥാന വിഷയങ്ങളിൽ വളരെ വലിയ രീതിയിൽ BJP ഭരിക്കുന്ന കേരളത്തിൽ, ഈ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇടപെടുന്നു. നമ്മുടെ കേരളത്തിലെ മറ്റ് കോർപ്പറേഷൻ മേയർമാരൊക്കെ എന്ത് ചെയ്യുന്നു? ഞാനൊക്കെ സ്ഥിരമായിട്ട് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാളാ. ഏതൊരു പാർട്ടി ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ ആര് ഇപ്പൊ PV അൻവർ എത്ര പാർട്ടി ഉണ്ടാക്കിയാലും ആ പാർട്ടിയൊക്കെ എന്താണ്, എവിടെയാണ്, എന്താണ് ചെയ്യുന്നത് എന്ന് വരെ നമ്മൾ പരിശോധിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ എത്ര തപ്പിയിട്ടും കാണാത്തതാണ് നമ്മുടെ കേരളത്തിലെ മറ്റു മേയർമാർ എന്തു ചെയ്യുന്നു എന്നുള്ളത്. നമ്മുടെ കേരളത്തിലെ മറ്റു മേയർമാരെ ഇത്തരം ഒരു സാധാരണക്കാരുടെ അടിസ്ഥാന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നേയില്ല. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എത്ര തവണ എന്തൊക്കെ വിഷയങ്ങൾ, ചരിത്രപരമായിട്ടുള്ള ഗുണ്ടാപ്പിരിവ് പോലും, നമ്മുടെ തലസ്ഥാന നഗരിയിലെ പാളയം മാർക്കറ്റിൽ നടക്കുന്ന ഗുണ്ടാപ്പിരിവ് പോലും ഇടതും വലതും ഇത്രയും കാലം നമ്മുടെ കേരളം ഭരിച്ചിട്ട് തിരുവനന്തപുരം ഭരിച്ചിട്ട് മാറാത്തത് കോർപ്പറേഷനിൽ BJP എത്തതോട് കൂടിയിട്ട് ഗുണ്ടാപ്പിരിവ് പോലും അവസാനിപ്പിക്കുക. ഒരു സാധാരണക്കാരിയായിട്ടുള്ള, അസുഖമുള്ള, ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു സാധാരണക്കാരുടെ പരാതി കിട്ടിയിട്ട് അവിടെ അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഷെഡുകൾ, സകലതും ഗുണ്ടാ പണിയെടുത്തിരുന്ന സകലതും JCB വെച്ച്, ബുൾഡോസർ വെച്ച് അങ്ങ് പൊളിക്കുകയും ചെയ്ത്. അതായത് ജനങ്ങൾക്കൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ നിൽക്കുന്നു. കോർപ്പറേഷൻ ഫണ്ട് പോലും ഉപയോഗിക്കാതെ 5000-ലധികം കുട്ടികൾക്ക് ഈ കിറ്റ് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ 5000 കുടുംബങ്ങളിലേക്കാണ് നേരിട്ട് ഈ സഹായം എത്തുന്നത്. ഒരു മതവും നോക്കുന്നില്ല, ഒരു ജാതിയും നോക്കുന്നില്ല, ഒരു വർണ്ണവും നോക്കുന്നില്ല. സകല മലയാളികളും തിരിച്ചറിയുക, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് അവിടെ ഒരു ഭരണാധികാരിയുണ്ട്, അവിടെ ഒരു ഭരണ സംവിധാനമുണ്ട് എന്ന് കേരളത്തിലുടനീളം ഇപ്പോ ചർച്ചയാ. BJP ജയിക്കുന്നിടത്ത് കാര്യങ്ങൾ നടക്കുന്നു. വെറുതെയല്ല BJP ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ പിന്നീടും അവർ തന്നെ വിജയിച്ചു വരുന്നത് എന്നൊക്കെ ഇപ്പോ കേരള ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന്റെയൊക്കെ ഗുണം വലിയ രീതിയിൽ BJPക്ക് ഉണ്ടാവും എന്നുള്ളതും വളരെ വലിയ യാഥാർത്ഥ്യം തന്നെയാ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറും അതിനൊപ്പം നിൽക്കുന്ന എല്ലാ വാർഡ് കൗൺസിലർമാർക്കും എല്ലാവർക്കും പാർട്ടി ഭേദമന്യേ മേയർക്കൊപ്പം നിൽക്കുന്ന സകല ആളുകൾക്കും ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുക. നമ്മുടെ പുതുതലമുറയിലെ കുട്ടികൾക്ക് വേണ്ടി 5000-ലധികം കിറ്റുകൾ കൊടുക്കുന്നതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.